കർത്താവായ യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് രാത്രികാലം ബ്ലസ് തിരുവല്ല മീറ്റിങ്ങിന് വേണ്ടി ഹാലയിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരും. കർത്താവ് ഒരുക്കിയ അവസരങ്ങൾക്കായി നമുക്ക് ദൈവത്തെ നന്ദി പറയാം. ഓരോ മാസവും നമ്മൾ ഇതുപോലെ ഒരു മന്ത്ലി ഫാസ്റ്റിംഗ് പ്രെയറായി ഒരു ബ്ലസ് തിരുവല്ല മീറ്റിംഗ് ആയിട്ടൊക്കെ നമ്മൾ ദൈവം തന്ന ആ നിയോഗം അനുസരിച്ച് ആ കൃപയ്ക്ക് അനുസരിച്ച് നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് അവസരങ്ങളിൽ തന്നതിനായിട്ട് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. ഒത്തിരി പ്രതികൂലങ്ങളും തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെ മധ്യത്തിലൊക്കെ നമുക്ക് കടന്നു വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവയുടെ ഒരിക്കലിനായി സ്തോത്രം. ഹല്ലേലൂയ. വലിയ ദൈവ സാന്നിധ്യമാണ് ഇന്ന് രാത്രികാലം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്. എന്തോ പരിശുദ്ധാത്മാവോട് പറയുന്നു, ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾ നമുക്ക് വേണ്ടി മാത്രമല്ല, അത് ഈ ദേശത്തിന് വേണ്ടിയാണ്. ഈ സമയങ്ങളിൽ നമ്മൾ ഈ ദേശത്തെ വലിയ കൊയ്ത്ത്, we are going to see a great harvest. I prophesy in the name of Jesus Christ of Nazareth. ഒരു വലിയ കൊയ്ത്ത്, സ്തോത്രം. ഹല്ലേലൂയ. ഈ തിരുവല്ല ദേശത്തിൽ നിന്നൊരു വലിയ കൊയ്ത്തിനെ കൊയ്തെടുക്കുവാൻ ദൈവം നമ്മെ സജ്ജരാക്കുകയാണ്. നമ്മുടെ ഈ മീറ്റിംഗ് നമ്മൾ വന്ന ഒരു മീറ്റിംഗ് നടത്തി എന്ന് മാത്രമല്ല, ഇവിടെ നടക്കുന്നത് ഒരു യാഗപീഠം ഈ പട്ടണത്തിൽ നാം പണിതെടുക്കുകയാണ്. ഓരോ പട്ടണങ്ങളിലേക്ക് നാം പോകുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. നമ്മളൊരു ഹീലിംഗ് സർവീസ് നടത്തി, ഒരു മിറക്കിൾ സർവീസ് നടത്തി, അല്ലെങ്കിൽ ഒരു സുവിശേഷ യോഗം നടത്തി, അല്ലെങ്കിൽ ഒരു ഉപവാസ പ്രാർത്ഥന. we are building an altar. നാം ഒരുമിച്ച് കൂടി വന്നത് അതുകൊണ്ടാണ് ആരാധനയ്ക്ക് നാം ഒത്തിരി സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയങ്ങൾ എടുക്കുന്നത്. ഹല്ലേലൂയ. because we are building an altar. ഹല്ലേലൂയ. നമുക്കറിയാം എന്താണ് ഒരു യാഗപീഠം, എന്താണ് ഒരു altar. what's an altar? ഒരു prayer altar എന്ന് പറഞ്ഞാൽ എന്താണ്? സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗ്ഗവും ഭൂമിയും കൂടെ കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലമാണ്. ഹല്ലേലൂയ. an altar is a place where heaven kisses earth. സ്വർഗ്ഗം ഭൂമിയെ ടച്ച് ചെയ്യുന്ന ഒരു ടച്ചിങ് പോയിന്റ്. നമുക്കറിയാം ഇറ്റ്സ് എ ടച്ചിങ് പോയിന്റ്. ഹല്ലേലൂയ. സ്വർഗ്ഗം പ്രകടമാകുന്ന ഒരു സ്ഥലമാണ്. സലോമോന്റെ ആലയത്തെ ഡെഡിക്കേറ്റ് ചെയ്തപ്പോൾ സലോമോൻ പ്രാർത്ഥിച്ച, കർത്താവേ, ഈ മന്ദിരത്തിൽ ഞങ്ങൾ അങ്ങയുടെ മുഖം അന്വേഷിക്കുമ്പോൾ, അങ്ങയുടെ നാമത്തെ ഉയർത്തുമ്പോൾ, അങ്ങയുടെ ചെവി, അങ്ങയുടെ കണ്ണ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ മേൽ, ഞങ്ങളുടെ അഭിയാചങ്ങൾ മേൽ ഇരിക്കണമേ. ലോർഡ്, ലെറ്റ് ദിസ് ബി എ മീറ്റിംഗ് പോയിന്റ്, an encounter point. ഒരു എൻകൗണ്ടർ സംഭവിക്കുന്ന ഒരു സ്ഥലമായി ഇത് മാറണം. ദൈവം നിയോഗിച്ച പോയിന്റ് ചെയ്തിരിക്കുന്ന ഒരു ദിവസമാണ്. ആമേൻ. And therefore, let's get ready. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ചെയ്തെടുക്കുവാൻ ഉള്ളതെല്ലാം സ്വീകരിക്കുവാൻ, പ്രാപിക്കുവാൻ, നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ നമുക്ക് വളരെ ഒരുക്കത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. ആമേൻ. കർത്താവായ യേശുവിൻ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് രാത്രിത്തെ തിരുവല്ലയിലെ ബ്ലസ് തിരുവല്ല മീറ്റിങ്ങിന് വേണ്ടി എല്ലാവരും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഇതൊരു മിറക്കിൾ ഡെലിവറൻസ് സർവീസ് ആയിട്ടും കൂടെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അക്കാലം വരുത്തി നമുക്കൊന്ന് പറയാം, തിരുവല്ല പട്ടണത്തിലൊരു വലിയ കൊയ്ത്ത് ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ആത്മാവിൽ കാണുന്നത്, ദൈവം എന്നെ കാണിച്ചത്, ഈ മീറ്റിങ്ങിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഒത്തിരി മെഡലുകൾ, ഒരു ജയം ജയിച്ചു കഴിയുമ്പോൾ, ഒരു ചാമ്പ്യൻഷിപ്പ് ജയിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന മെഡലുകൾ, ഒത്തിരി മെഡലുകൾ. അത് വ്യക്തിപരമായി ഇന്ന് രാത്രികാലം ഞാൻ പ്രവചിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും വിഷയത്തിലൊക്കെ തടസ്സപ്പെട്ട് കിടക്കുവാണെങ്കിൽ ഇന്ന് രാത്രികാലം നിങ്ങളെ നോക്കി ഞാൻ പ്രവചിക്കുന്നു, സക്സസ് ഇസ് അറ്റ് യുവർ ഡോർ. നിങ്ങളെ ദൈവം മാനിക്കുന്ന, നിങ്ങളെ മാനിക്കുന്ന, നിങ്ങൾക്ക് ജയം തരുന്ന, നിങ്ങൾക്ക് മെഡൽ തരുന്ന ദിവസങ്ങളാണ്. ഹല്ലേലൂയ. God is going to give you success and victory. ഹല്ലേലൂയ. തിരുവല്ല പട്ടണത്തിൽ ഒരു വലിയ കൊയ്ത്തിന്റെ സീസണാണ്. അതിൻ്റെ ഒരു ധ്വനിയാണ്. കൊരിന്ത്യ പട്ടണത്തിൽ അനേകർ, പൗലോസേ നീ ഭയപ്പെടേണ്ട, എനിക്ക് ഈ പട്ടണത്തിൽ അനേകരുണ്ട്. പൗലോസ് പോകുവാൻ തുടങ്ങുകയാണ്. കഴിഞ്ഞൊരു ഉപവാസ പ്രാർത്ഥനയിൽ ഈ ഭാഗത്തിൽ നിന്ന് സമാധാനത്തിൻ്റെ പട്ടണങ്ങളെ സ്ഥാപിക്കുന്ന ഒരു പൗലോസിൻ്റെ സ്ട്രാറ്റജി ആയിരുന്നു. കൊരിന്തിൽ പോയപ്പോൾ ആദ്യം ഒരു പട്ടണത്തിൽ പൗലോസ് അന്വേഷിക്കുന്നത് ഒരു സമാധാനത്തിൻ്റെ പുരുഷനുണ്ടോ, ഒരു സമാധാനത്തിൻ്റെ കുടുംബമുണ്ടോ. അങ്ങനെ അക്കുല്ല, പ്രിസില്ല ആ ദമ്പതികളെ പൗലോസിനെ കിട്ടി. തന്നോട് ശുശ്രൂഷകൾ ആരംഭിച്ചപ്പോൾ അവിടെ ഇടർച്ചകൾ, വിഷയങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിബന്ധങ്ങൾ ഉണ്ടായി. പിന്നെ താൻ പള്ളി പ്രമാണിയായിരിക്കുന്ന ജസ്റ്റിസിന്റെ വീടിന്റെ അടുത്തേക്ക് പോയി അവിടെ താൻ ശുശ്രൂഷിക്കുവാൻ തുടങ്ങി. പെട്ടെന്ന് പള്ളി പ്രമാണി രക്ഷിക്കപ്പെടുകയാണ്. ഒത്തിരി പേർ കർത്താവിനെ വിശ്വസിക്കുവാൻ തുടങ്ങി. ഒരു നിലവാരത്തിലെ ശുശ്രൂഷ കൊരിന്തിൽ വെളിപ്പെട്ടു. അപ്പോൾ പൗലോസ് ചിന്തിക്കുകയാണ്, അടുത്ത പട്ടണത്തിലേക്ക് പോകാൻ സമയമായി എന്ന് ചിന്തിക്കുന്നതിന്റെ മധ്യത്തിലാണ് പൗലോസ് ദൈവശബ്ദം കേൾക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ഹല്ലേലൂയ. തിരുവല്ല പട്ടണത്തോടുള്ള ദൈവത്തിന്റെ ദൂതാണ്. നമുക്കൊന്നുകൂടെ അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം 9ഉം 10ഉം വാക്യം നമുക്കൊന്നുകൂടെ വായിച്ച് കേൾക്കാം. ദൈവം കൊടുത്ത ആ ദർശനം അതൊരു കാഴ്ചയല്ല, ഞാനത് ഇറ്റ്സ് എ പ്രൊഫറ്റിക്. ദൈവം ഒരു പ്രാവചനികമായ ഒരു ദർശനമാണ് കൊടുത്തത്. ദൈവം വ്യത്യസ്തമായി സംസാരിക്കുന്നു. ലഡുവിലേക്ക് സ്തോത്രം ഉറുമ്പുകൾ ആകർഷിക്കപ്പെടുന്ന പോലെ ഹല്ലേലൂയ ദൈവം നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം ഈ സഭാ കുടുംബത്തിൽ ദൈവമക്കളിൽ ചെയ്യുന്ന നന്മകളെ അത് ആസ്വദിക്കുവാൻ, അതിലേക്ക് ആകർഷിച്ച് ജനം കടന്നു വരുന്ന ഒരു പ്രാവചനിക ദർശനമത്രേ ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾ. അതിനുവേണ്ടി എന്താ? അതിനുവേണ്ടി വേദികൾ ഒരുക്കുകയാണ്. നമുക്ക് ആവചനം ഒന്ന് വായിക്കാം. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, രാത്രിയിൽ പൗലോസ് ചിന്തിക്കുക, ഞാൻ പോവാൻ പ്ലാൻ ചെയ്യുക. താൻ
രാത്രിയിൽ ദർശനത്തിൽ ഹല്ലേലൂയ യെസ് നീ ഭയപ്പെടാതെ പ്രസംഗിക്ക. നീ ഭയപ്പെടാതെ. ഇപ്പോൾ ഒത്തിരി എതിർപ്പുകളുണ്ട്, വിഷയങ്ങളുണ്ട്, പ്രതിബന്ധങ്ങളുണ്ട്, ഒത്തിരി വിരോധികളുണ്ട്. അതിന്റെ മധ്യത്തിലേക്ക് പൗലോസ് ദൈവം പറയുകയാണ് ഒരു രാത്രിയിൽ യേശു ദർശനത്തിൽ വെളിപ്പെടുക. ആ ദർശനങ്ങൾക്കായി സ്തോത്രം. ആ കാര്യമൊക്കെ വീശി പറഞ്ഞ് എന്നും ദൈവം ദർശനങ്ങളിലൂടെ സംസാരിക്കും. ഹല്ലേലൂയ. സ്വപ്നങ്ങളിലൂടെ സംസാരിക്കുന്ന ദൈവ ശബ്ദം നമ്മളെ ഹല്ലേലൂയ നാം ചിന്തിക്കും ഇങ്ങനെയൊക്കെ ദൈവം സംസാരിക്കും. അതെ, ഇന്നും ദൈവം സംസാരിക്കും. പൗലോസേ നീ ഭയപ്പെടരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മോട് പറയുകയാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ ആരോടൊക്കെയോ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ദൂതാണ്, നീ ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. മിണ്ടാതെ ഇരിക്കരുത്. പൗലോസേ ഭയപ്പെടേണ്ട, ഭയപ്പെടാതെ പ്രസംഗിക്ക. നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്. നീ മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നോട് കൂടെ. അത് ദൈവത്തിന്റെ ഒരു ദൂതായതുകൊണ്ട് ഞാൻ വീണ്ടും അടിവരയിട്ട് സ്തോത്രം ഹല്ലേലൂയ. നമ്മളെ തിരുവല്ലയിലാണെങ്കിലും ചെങ്ങന്നൂരിലാണെങ്കിലും ഏത് ദേശത്തിലാണെങ്കിലും ദൈവത്തിന് നമ്മോടുള്ള ആ ശബ്ദമാണ്, ദൈവത്തിന്റെ ദൂതാണ്. നാം ഭയപ്പെടേണ്ട. പൗലോസേ നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, നീ മിണ്ടാതെ ഇരിക്കരുത്. പിശാചൊരു 100 കാര്യം ചെയ്യും നാം മിണ്ടാതിരിക്കുവാൻ. പക്ഷെ ദൈവം പറയുകയാണ് ഹല്ലേലൂയ, നീ മിണ്ടാതിരിക്കരുത്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. നിന്നെ ആരും കയ്യേറ്റം ചെയ്ത് പൗലോസേ നിന്നെ ആരും കയ്യേറ്റം ചെയ്യുകയില്ല, ദോഷപ്പെടുത്തുകയില്ല. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു. കൈ നെഞ്ചത്തോടെന്ന് വെച്ച് പറയാം സ്തോത്രം. ദൈവത്തിന്റെ ഹൃദയം, ദൈവത്തിന്റെ ഹാർട്ട് ഒന്ന് കണ്ടേ. ഇന്ന് രാത്രികാലം അങ്ങനെ ഒരു ഹാർട്ട് നമ്മളിലേക്ക് ദൈവം ഒന്ന് തരാൻ. ഈ പട്ടണത്തിൽ എനിക്ക് പൗലോസേ എനിക്ക് അനേകം ജനമുണ്ട്. നീ എന്റെ ഹൃദയത്തെ സ്നേഹിക്കുന്നതല്ലേ? എന്റെ ഹൃദയത്തിലുള്ള ചിന്തകൾ ആരാഞ്ഞറിയുവാൻ ആഗ്രഹിക്കുന്നവനല്ലേ? നീ കുതിക്കുന്നല്ലേ എന്റെ ഹൃദയത്തിന്റെ ശബ്ദം തുടിപ്പ് കേൾക്കുവാൻ? That's my heartbeat for the city of Corinth. കൊരിന്തിന് വേണ്ടിയുള്ള ഹൃദയത്തിന്റെ തുടിപ്പാണ്. ഹല്ലേലൂയ. ആമേൻ. ഈ പട്ടണത്തിൽ, തിരുവല്ല പട്ടണത്തിൽ, യേശുവിന്റെ ഊരിൽ ഹല്ലേലൂയ ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ പന്തളം, ചങ്ങനാശ്ശേരി, ഇതിലേക്ക് കർത്താവിന്റെ നാമത്തിൽ ഈ വചനത്തെ റിലീസ് ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പ്രാണികൾ വെളിച്ചത്തിലേക്ക് സ്തോത്രം ആകർഷിക്കപ്പെട്ടു വരുന്നത് പോലെ, ഉറുമ്പുകൾ ലഡ്ഡുവിലേക്ക് വരുന്നത് പോലെ സ്തോത്രം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഒരു വലിയ ഒഴുക്ക്, ഒരു വലിയ ദൈവിക ഒഴുക്ക്. ഹല്ലേലൂയ. ഒരു പ്രത്യേക ദൂത ഏൽപ്പിച്ചിട്ടാണ് സ്തോത്രം ദൈവനെ ഇന്ന് ഈ യോഗത്തിന് വേണ്ടി വിട്ടിരിക്കുന്നത്. 1 യോഹന്നാൻ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം, സുപരിതമായ ഒരു ഭാഗം. യേശുവിന്റെ മാറിൽ ചേർന്ന് കിടന്ന, യേശു സ്നേഹിക്കുന്ന ശിഷ്യനെന്ന് പേര് വീണ സ്നേഹത്തിന്റെ അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്ന ഭാഗമാണ് 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പാപം ചെയ്യുന്നവൻ, അതിന്റെ അർത്ഥം പാപത്തിൽ തുടരുന്നവൻ, പാപം ശീലമാക്കിയവൻ പിശാചിന്റെ മകനാകുന്നു. അവൻ പിശാചിന്റെ മകനാണ്. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നു. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ അത്രേ ദൈവപുത്രൻ പ്രത്യക്ഷമായത്. ഹല്ലേലൂയ. യേശുവിന്റെ പേരിന്റെ അർത്ഥം എന്താണ്? തന്റെ ജനത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ. യേശു ആരാണ്? ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന ആരെങ്കിലും നിങ്ങൾ യേശുവിനെ അറിഞ്ഞിട്ടില്ല എങ്കിൽ, രക്ഷയുടെ വഴി, നിത്യജീവന്റെ വഴി, മോക്ഷത്തിന്റെ വഴി, നിങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു രക്ഷിതാവിനെ നിങ്ങൾക്ക് അറിയെങ്കിൽ യേശുവാണ് ലോക രക്ഷകൻ. നമുക്ക് കർത്താവിനോട് പറയാം ഹല്ലേലൂയ. യേശുവിന്റെ പേരിന്റെ അർത്ഥം എന്താണ്? തന്റെ ജനത്തെ മനുഷ്യകുലത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ 2000 വർഷങ്ങൾക്ക് മുമ്പേ കാൽവറിയിൽ യേശു നമുക്ക് വേണ്ടി പാപയാഗമായി തീർന്നു. യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെണീറ്റു, തന്റെ വിശുദ്ധ രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞു, നമുക്ക് വേണ്ടി, മനുഷ്യകുലത്തിന് വേണ്ടി പാപത്തിന്റെ ഉദ്ധാരണമായി തീർന്നു. ഹല്ലേലൂയ. പാപത്തിന്റെ ശിക്ഷ താൻ തന്റെ മേൽ ഏറ്റെടുത്തു. പാപത്തിന്റെ ശിക്ഷയ്ക്ക് വേണ്ടി തന്റെ വിശുദ്ധ രക്തം, നിർദോഷവും നിഷ്കളങ്കമായ യേശുവിന്റെ രക്തം, നമ്മുടെ പാപമോചനത്തിനു വേണ്ടി നാം നിത്യജീവൻ പ്രാപിക്കുവാൻ, നാം പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ, നാം രക്ഷിക്കപ്പെടുവാൻ, നാം സ്വർഗത്തിന്റെ അവകാശികളായി തീരുവാൻ, നിത്യമരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ യേശു എന്ന് പറയാം. യേശു പാപത്തിന് പരിഹാരം വരുത്തുവാൻ. ഹല്ലേലൂയ. പാപത്തിലായിരുന്ന മനുഷ്യന് ജീവനും സമൃദ്ധിയുള്ള ജീവൻ കൊടുക്കുവാൻ, പാപത്തിൽ അനാഥരായ നമ്മളെ വീണ്ടും ഈ നല്ലവനായ പിതാവിലേക്ക്, പിതാവിന്റെ ഓമന പുത്രന്മാരും പുത്രിമാരാക്കുവാൻ യേശു ഈ ഭൂമിയിലേക്ക് വന്നു. 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാം വാക്യം പറയുന്നു, പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നു. അത് അവന്റെ സ്വഭാവമാണ്. അവൻ അതിന്റെ അപ്പനാണ്. He's a liar. കള്ളം പറയുന്നവന്റെ അപ്പനാണ്. ആര്? പിശാച്. എന്നിട്ട് യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്, പിശാചിന്റെ പ്രവൃത്തികളെ
അഴിക്കുവാൻ തന്നെ. ദൈവപുത്രൻ ഭൂമിയിൽ പ്രത്യക്ഷനായി. ഇന്ന് രാത്രി കാലം ഏതെങ്കിലും വിഷയങ്ങളിൽ നിങ്ങൾ കുടുങ്ങി കിടക്കുന്നുണ്ടോ, ഭാരപ്പെടുന്നുണ്ടോ? ഇന്ന് രാത്രി കാലം നിങ്ങളുടെ വിടുതലിന്റെ, നിങ്ങളുടെ അത്ഭുതത്തിന്റെ, ആ പൈശാചിക നുഖത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന രാത്രിയായി ഇവിടെ വ്യാപരിക്കുന്ന ദൈവിക അഭിഷേകത്തിലും സാന്നിധ്യത്തിലും പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുന്ന ഒരു ദൈവ പ്രവൃത്തിയാണ് ഇന്ന് രാത്രി കാലം ഇവിടെ നടക്കുന്നത്. ഇംഗ്ലീഷിൽ the Son of God manifested for this purpose to destroy the works of the devil. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുക എന്നാണ് ആ വാക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത്. മലയാളത്തിൽ, ഇംഗ്ലീഷിൽ അതിനെ നശിപ്പിക്കുവാൻ. ഹല്ലേലൂയ. എന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ തീ, ഒരു ദൈവിക അഭിഷേകം എന്താണ്? നിങ്ങളുടെ മേൽ കത്തുന്ന, നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന, നിങ്ങളുടെ മേൽ വെളിപ്പെട്ട യേശുവിന്റെ അഭിഷേകം പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുക. It's a destroying anointing. ഹല്ലേലൂയ. യിശയ്യാപ്രവാചകന്റെ പുസ്തകം 10-27 വാക്യത്തിൽ പുഷ്ടി നിമിത്തം നുകം തകരും. So I call it a shattering, destroying anointing. പിശാചിന്റെ പ്രവൃത്തികളെ, അത് എന്തുമായിക്കോട്ടെ, പാപമായിക്കോട്ടെ, പാപത്തിന് ആസക്തികളായിക്കോട്ടെ, പിശാച് തുറന്നുവിട്ട മനുഷ്യകുലത്തെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ തുറന്നുവിട്ടിരിക്കുന്ന എല്ലാ പൈശാചിക പ്രവൃത്തികളെയും, അത് മദ്യപാനമായിക്കോട്ടെ, മയക്കുമരുന്നിന്റെ ആയിക്കോട്ടെ, രോഗമായിക്കോട്ടെ, ശാപമായിക്കോട്ടെ, മന്ത്രവാദമായിക്കോട്ടെ, പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം, പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുന്ന, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ടു ഡിസ്ട്രോയ് എന്ന് പറഞ്ഞ ആ വാക്ക് ലിയോ എന്ന് പറഞ്ഞ അഴിച്ചു വിടുക. പിശാച് കെട്ടിയിട്ടതിനെ, രോഗം കൊണ്ട് നിന്നെ കെട്ടിയിട്ടതിനെ, ദാരിദ്ര്യം കൊണ്ട് നിന്നെ കെട്ടിയിട്ടതിനെ, കുടുംബത്തിൽ എപ്പോഴും വഴക്കും വിഷയങ്ങളുമായിരിക്കുന്ന അങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്ന് ബന്ധിച്ചിട്ട് നിന്റെ ഉദരത്തെ അടച്ചിരിക്കുന്ന, നിന്റെ സാമ്പത്തിക നന്മകളെ കെട്ടിയിട്ടിരിക്കുന്ന, നിനക്ക് ഉയരുവാൻ കഴിയാതെ നിന്നെ തടയിടുന്ന, ഇന്ന് രാത്രി കാലം ഇവിടെ വ്യാപരിക്കുന്ന യേശുവിന്റെ നാമം, നാം ചുമക്കുന്ന ഈ അഭിഷേകം. യേശു പറഞ്ഞു, യഹോവയുടെ അഭിഷേകം എന്റെ മേലിരിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ വസിക്കുന്നു. യഹോവയുടെ ആത്മാവ് ഇന്ന് നമ്മുടെ മേൽ, കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് നമ്മുടെ മേൽ ഓരോ പ്രാവശ്യവും ദൈവ സാന്നിധ്യത്തിൽ വന്ന് പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ തുറന്നു കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ അച്ചാർ ഇടുന്നത് പോലെ, നാരങ്ങയും മാങ്ങയും എല്ലാം പിക്കിൾ ചെയ്യുന്ന പോലെ, നാം ദൈവത്തിന്റെ സാന്നിധ്യത്തിലും അഭിഷേകത്തിലും നാം പോലും അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് ഈ ദൈവിക അഭിഷേകത്തിന് ആഴം വെളിപ്പെടുകയാണ്. ദൈവത്തിന്റെ പുത്രനായ യേശു പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ വെളിപ്പെട്ടതുപോലെ നാം ഓരോരുത്തരും പൈശാചിക ബന്ധനങ്ങളെ, പൈശാചിക പ്രവൃത്തികളെ, പിശാചിനെ എല്ലാം നശിപ്പിക്കുന്ന പന്ന കള്ള പ്രവൃത്തികളെ അതിനെ നശിപ്പിക്കുവാൻ, അതിനെ ലിയോ അഴിച്ചു വിടുവാൻ, അഴിച്ചു വിടുവാൻ. യിശയ്യാപ്രവാചകന്റെ പുസ്തകം 10-27 വാക്യത്തിൽ നാം വായിക്കുന്നത്, അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ. ഇന്ന് രാത്രി കാലം ചുമട് വഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ദൈവത്തിന്റെ വചനം പറയുന്നു, അഭിഷേകത്തിൽ എന്താണ് അഭിഷേകം? ദൈവത്തിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും ശക്തിയുമാണ് അഭിഷേകം. What is the anointing? It's the presence and the power of the Holy Spirit. ഈ വചനം നിങ്ങളിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങളുടെ തോളുകളിൽ ചുമടുണ്ടെങ്കിൽ അത് ബ്രേക്ക് ആകും. ഈ അഭിഷേകത്തിന് കീഴിൽ, ഈ ശുശ്രൂഷയ്ക്ക് കീഴിൽ എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ പറയുക, ഈ വചനം അത് ദൈവത്തിന്റെ വാളാണ്, അത് ദൈവത്തിന്റെ ശക്തിയാണ്. ഒറ്റ വചനം കൊണ്ട് യേശു ജനത്തിന്റെ ബാധകളെ, ദുഃഖങ്ങളെ, പൈശാചിക ബാധകളെ അഴിച്ചുവിട്ടു. ഇന്ന് രാത്രി കാലം അങ്ങനെ ഒരു ദൈവ പ്രവൃത്തി നമ്മളിൽ നടക്കുക. അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. പുഷ്ടി നിമിത്തം, അഭിഷേക നിമിത്തം. എന്ന് നിങ്ങൾ ഒരു ദൈവ സാന്നിധ്യത്തിന്റെയും ദൈവശക്തിയുടെയും അഭിഷേകത്തിന്റെ കീഴിലാണ്. നിങ്ങളുടെ മുകളിൽ ഉള്ള എല്ലാ ചുമടുകളും, നിങ്ങളുടെ കഴുത്തില് ഭാരമായിരിക്കുന്ന, നിങ്ങളെ കുനിച്ചു കഴിയുന്ന സകല നുകങ്ങളെയും നശിപ്പിക്കുന്ന, it's a destroying. What's the anointing? It destroys. Hallelujah. ലൂക്കോസിന്റെ സുവിശേഷം 13-16 വാക്യം എടുത്ത് വായിക്കാം. സുപരിതമായ 18 വർഷം കൂനിയായ സ്ത്രീ, പിശാചിന്റെ ഒരു പ്രവൃത്തിയാണ്. രോഗം തന്ന് മനുഷ്യനെ ബന്ധിക്കുകയാണ്, അടിമയാക്കുകയാണ്, കെട്ടിയിടുകയാണ്. നിഷ്ഫലമാകുവാൻ, മുമ്പോട്ട് പോകുവാൻ കഴിയാത്ത നിലവാരത്തിൽ 18 വർഷക്കാലം നിവരുവാൻ കഴിയാതെ, ഇന്നെന്തോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിവരുവാൻ കഴിയാതെ ചുവടുകൾ വഹിച്ച്, നുകങ്ങൾ വഹിച്ച്, ശബ്ദം ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ 18 വർഷക്കാലം നുകം ചുമന്ന ആ വ്യക്തിയുടെ, ആ സഹോദരിയുടെ ആ നുകം തകർന്ന ഒരു ദൈവിക അഭിഷേകം ഇന്ന് രാത്രി കാലം ഇവിടെ വ്യാപരിക്കുന്നു. ആ അഭിഷേകം നിങ്ങളുടെ നുകത്തെ മാറ്റുമെന്നല്ല, അതിനെ തകർത്തുകളെ. It's a shattering, destroying, yoke breaking anointing. ചുവടുകളെ എടുത്തു കളയുന്ന നുകങ്ങളെ. The anointing is a destroyer.
പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്ന, shatter ചെയ്യുന്ന, അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന അഭിഷേകം. എന്ന് പറഞ്ഞേ, ആ അഭിഷേകം എന്നിൽ ചലിക്കുകയാണ്. ആ അഭിഷേകം എന്നിൽ ചലിക്കുകയാണ്. പിശാചിന്റെ പ്രവൃത്തികളെ ഹല്ലേലൂയ ദൈവപുത്രൻ അഴിച്ചതുപോലെ അതിനെ അഴിക്കുവാൻ ഞാൻ ബന്ധനത്തിൽ, ഹല്ലേലൂയ അടിമത്തത്തിൽ പിശാച് കെട്ടിയിട്ടിരിക്കുന്ന ഒരു ചരിത്രം നീ എനിക്കല്ല. ഇന്ന് രാത്രികാലം ആ സ്വാതന്ത്ര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യും. കർത്താവ് അവിടെ കടന്നു വന്നു. ആ സിനഗോഗിൽ കടന്നു വന്നപ്പോൾ ഈ മകളെ കണ്ടു. മകളെ, സ്ത്രീയെ, നിന്റെ രോഗവേദനം അഴിഞ്ഞിരിക്കുന്നു. പള്ളി പ്രമാണികൾക്ക് വലിയ വിഷയമായി, അവർക്ക് നീരസമായി. എന്തിനാണ് യേശു സബത്തിന്റെ ദിവസത്തിൽ ഇതൊക്കെ ചെയ്യുന്നത്? പ്രോട്ടോകോൾ അനുസരിച്ചെല്ലാം ചെയ്യണ്ടേ? യേശു പറയുകയാണ് 16-17 വാക്യം നമുക്കത് വായിക്കാം. എന്നാൽ സാത്താൻ 18 സംവത്സരമായി. ഇന്ന് നാം സ്വാതന്ത്ര്യം പ്രാപിക്കുക എന്ന് മാത്രമല്ല, നമ്മുടെ മുഖം അഴിഞ്ഞു എന്ന് മാത്രമല്ല, പിശാചിന്റെ ബന്ധനങ്ങൾ, പിശാചിന്റെ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ തകർന്നു എന്ന് മാത്രമല്ല, പിശാചിന്റെ പ്രവർത്തികളെ തകർക്കുന്ന ഒരു സൈന്യം ഒരു കൂട്ടം അഭിഷക്തർ എഴുന്നേൽക്കുക, ഒരു കൂട്ടം ദൈവത്തിന്റെ പുത്രന്മാർ. അങ്ങനെ വിശ്വസിക്കുന്നെങ്കിൽ ആ കരമടിച്ച് ആ അഭിഷേകത്തെ നിങ്ങളൊന്ന് പ്രാപിച്ചാട്ടെ. ആമേൻ, ആമേൻ. എത്ര കാലം ഈ വിഷയം മാറുമോ എന്ന് നിങ്ങൾ കാത്തിരിക്കും? കരമൊന്നടിച്ച് നിങ്ങളൊന്ന് സ്വീകരിച്ചാൽ you will be a yoke breaker. ഇന്ന് രാത്രികാലത്ത് നിങ്ങളുടെ വിഷയങ്ങൾ മാറുക എന്ന് മാത്രമല്ല, അഭിഷേകത്തിന്റെ കൈമാറ്റം, ട്രാൻസ്ഫറുകൾ നടക്കുന്ന സ്ഥലവും കൂടിയാണ്. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ അതിനെ പിടിച്ചാൽ, നിങ്ങൾ അതിനെ റിസീവ് ചെയ്താൽ, you will be the next person that the world will recognize the anointing has been activated. നിങ്ങളിൽ ആ അഭിഷേകം ജ്വലിക്കുന്നു, കത്തുന്നു എന്നുള്ള ആ ഒരു സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. നമുക്ക് വായിക്കാം 16-ാമത്തെ വാക്യം. എന്നാൽ സാത്താൻ 18 സംവത്സരമായി. സാത്താൻ 18 സംവത്സരം ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ യേശുവിന്റെ ഹൃദയം, ദൈവത്തിന്റെ ഹൃദയം നമുക്ക് വീണ്ടും ഒന്ന് കാണാം. 18 വർഷം സാത്താൻ ബന്ധിച്ചിട്ടുണ്ട്. സാത്താന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ ഞാൻ നിങ്ങളോട് പറയട്ടെ, എവിടൊക്കെ പിശാചിന്റെ പ്രവൃത്തികളുണ്ടോ, സാത്താന്യ പ്രവൃത്തികളുണ്ടോ, ദുരാത്മ പ്രവൃത്തികളുണ്ടോ, നിങ്ങളുടെ മുന്നേറ്റത്തെ തടയുന്നുണ്ടോ, തടസ്സപ്പെടുത്തുന്നുണ്ടോ, സമൃദ്ധിയായ ജീവൻ അനുഭവിക്കുവാൻ കഴിയാത്ത അങ്ങനെയുള്ള അവസ്ഥകളുണ്ടോ, അഴിച്ചുവിടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. 18 വർഷം പിശാച് ബന്ധിച്ചിട്ട ഈ എബ്രഹാമിന്റെ മകൾ, ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. ബന്ധനങ്ങളെ അഴിച്ചുവിടുന്ന കർത്താവാണ്. ഇന്ന് രാത്രികാലം ആ കരം ഉയർത്തി നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും പിശാചിന്റെ പ്രവർത്തികൾ, പൈശാചിക പ്രവർത്തികൾ, അത് കളഭാരമായിക്കോട്ടെ, സ്തോത്രം ഭവനത്തിൽ ഉണ്ടായിരിക്കുന്ന സമർത്ഥനങ്ങളായിക്കോട്ടെ, രോഗമായിക്കോട്ടെ, ശാപമായിക്കോട്ടെ, പരാജയങ്ങളായിക്കോട്ടെ, I receive my miracle. ഞാൻ എന്റെ അത്ഭുതത്തെ ഞാൻ സ്വീകരിക്കുന്നു. ഹല്ലേലൂയ. പിശാചെ, പന്ന പിശാചെ, നിങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം ആ അഭിഷേകത്തെ. You will be a person who will shatter and destroy. ഹല്ലേലൂയ. പിശാചിന്റെ പ്രവൃത്തികൾ എവിടെ കണ്ടാലും അയ്യോ 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 എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല. എവിടെ പിശാചിന്റെ ദുർപ്രവൃത്തികളെ കണ്ടാലും, എവിടെ അവന്റെ വാഴ്ച കണ്ടാലും അതിനെ കട്ട് ചെയ്ത് കളയുന്ന, ആ ബന്ധനത്തെ അഴിച്ചുവിടുന്ന, അവിടെ ദൈവത്തിന്റെ സ്വർഗത്തെ കൊണ്ടുവരുന്ന ഒരു വ്യക്തിയായി കർത്താവ് നിങ്ങളെ പുറത്തെടുക്കുകയാണ്. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം. ഹല്ലേലൂയ. യേശു കപ്പർനഹൂമിൽ നിന്ന് വലിയൊരു ദൈവപ്രവൃത്തി. 7-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ ഒരു ശതാധിപൻ, റോമൻ ശതാധിപൻ, 100 പട്ടാളക്കാരുടെ മേൽ അധികാരമുള്ള ഒരു ശതാധിപൻ, തൻ്റെ വീട്ടിലുണ്ടായിരിക്കുന്ന തൻ്റെ ജോലിക്കാരൻ, ആ കാലത്ത് ജോലിക്കാരല്ല, അടിമകളാണ്, വലിയൊരു പ്രമാണിയാണ്, വലിയൊരു അധികാരിയാണ്, വലിയൊരു റോമൻ ഓഫീസറാണ്. പക്ഷെ തൻ്റെ ഹൃദയത്തിൽ തൻ്റെ ഭവനക്കാരോട്, തൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഈ വ്യക്തിയോട് ഭയങ്കര സ്നേഹം. ഹല്ലേലൂയ. ഈ മനുഷ്യൻ ഒരു പക്ഷേ സ്തോത്രം പല സ്ഥലങ്ങളിൽ പോയി തന്റെ ദാസന് വേണ്ടിയുള്ള സൗഖ്യത്തിന് വേണ്ടി, ആ രോഗത്തിന്റെ വിടുതലിന് വേണ്ടി, ആ രോഗത്തിന്റെ മുഖം എങ്ങനെയെങ്കിലും മാനുഷികമായി വൈദ്യന്മാരാൽ, അന്നത്തെ മെഡിക്കൽ ടെക്നോളജികൾ വെച്ച് ആ വിഷയത്തെ പരിഹരിക്കുവാൻ ഒരു പക്ഷേ ഓടി നടന്നു കാണുമായിരിക്കും. 2-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അവിടെ ഒരു ശതാധിപന് പ്രിയനായ ദാസൻ. ആ ഒരു ശതാധിപന് പ്രിയനായ, നോക്കിയേ, ഭയങ്കര വലിയ ഒരു ഓഫീസറാണ്, 100 അധികം. പക്ഷെ തന്റെ ഹൃദയം നോക്കിയേ, താൻ യേശുവിന്റെ അടുക്കൽ വരുന്ന ആ ഭാഗമാണ്. യേശു ആരാണ്? നുഖങ്ങളെ തകർക്കുന്നവനാണ്. രോഗനുഖങ്ങളെ തകർക്കുന്നവനാണ്. പൈശാചിക നുഖങ്ങളെ, ബന്ധനങ്ങളെ തകർക്കുന്നവനാണ്, അഴിച്ചുവിടുന്നവനാണ്. നിങ്ങൾ ഏത് ജാതിയിലും മതത്തിലും ഏത് വിഭാഗത്തിലും എത്ര പഠിത്തമില്ലാത്തവരായിക്കോട്ടെ, ധനികരായിക്കോ ഒന്നുമില്ലാത്തവരായിരിക്കോ, യേശു നിങ്ങളെ സ്പർശിക്കുവാൻ, നിങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കുവാൻ, നിങ്ങളുടെ പൈശാചിക നുഖങ്ങളെ അഴിക്കുവാൻ, നിങ്ങളെ സ്വാതന്ത്ര്യമാക്കുവാൻ, സ്വതന്ത്രമാക്കുവാൻ താൻ ഒത്തിരി സ്നേഹിച്ച ദാസൻ. യെസ്, തന്റെ പ്രിയനായ ദാസൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു. അവൻ യേശുവിന്റെ വസ്തുത കേട്ടിട്ട് അവൻ വന്ന് തന്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിപ്പാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഈ ശതാധിപൻ ബാക്കി വാതിലുകളെല്ലാം അടഞ്ഞപ്പോൾ, വിടുതൽ പ്രാപിക്കുവാൻ, സൗഖ്യം പ്രാപിക്കുവാൻ, ഒരു അത്ഭുതം പ്രാപിക്കുവാൻ എല്ലാ വാതിലുകളും അടഞ്ഞപ്പോൾ താൻ യേശുവിനെ കുറിച്ച് ആ സ്തുതി കേട്ടു. യേശുവിന് എന്ത് ചെയ്യാൻ കഴിയും?
താൻ റോമൻ അധികാരിയാണ്, യഹൂദന്മാരുടെ മുകളിൽ വാഴ്ച നടത്തുന്നവനാണ്. Jesus. പക്ഷെ യേശുവിനെ കുറിച്ച് അവന് മനസ്സിലായി. Hallelujah. ഹല്ലേലൂയ. അവൻ തന്നെ ഒന്ന് താഴ്ത്തി. ആ മനുഷ്യൻ നേരെ വരുന്നില്ല. അവന്റെ കാണോട് പറയുന്നുണ്ട്, ഞാൻ നിന്റെ അടുക്കൽ വരുവാൻ എനിക്ക് യോഗ്യതയില്ല. താൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അയക്കുക. അവര് വന്ന് റെക്കമെൻഡേഷൻ ചെയ്യുക, യേശുവേ ഈ ശതാധിപൻ നല്ലൊരു മനുഷ്യനാണ്, റോമനാണ്, പക്ഷെ നല്ലൊരു മനുഷ്യനാണ്, നല്ലതാണ് ധർമ്മങ്ങൾ, നമുക്ക് വേണ്ടി നമ്മുടെ പള്ളിക്ക് വേണ്ടി ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നല്ല മനുഷ്യനാണ് എന്ന് അവരൊന്ന് പറയുകയാണ്. യേശു പെട്ടെന്ന് പുറപ്പെടുകയാണ്. പോകുന്ന വഴിയിൽ ഈ ശതാധിപൻ കാണുമ്പോൾ പറയും, അരുത് യേശുവേ, എന്റെ ഭവനത്തിലേക്ക് താങ്കൾ വേണ്ട ആവശ്യമില്ല. യേശുവേ, ഞാൻ അങ്ങേ തിരിച്ചറിയുന്നു. എന്റെ പ്രിയദാസന്റെ രോഗത്തിന്റെ നുഖത്തെ അഴിക്കുവാൻ, ഈ പൈശാചിക ബാധയെ അഴിക്കുവാൻ അങ്ങയുടെ ഒരു വാക്ക് മതി. ഞാൻ അധികാരത്തെ തിരിച്ചറിയുന്നു. ഈ ശതാധിപൻ പറയുക, ഞാൻ അധികാരത്തെ തിരിച്ചറിയുന്നു. എന്റെ മുകളിൽ സീസറുണ്ട്, എന്റെ താഴെ എന്റെ കൽപ്പനകളെ അനുസരിക്കുന്ന സ്വന്തം പട്ടാളക്കാരുണ്ട്. അങ്ങൊരു വാക്ക് കൽപ്പിച്ച യേശു വിസ്മയിക്കുകയാണ്, ആശ്ചര്യപ്പെടുകയാണ്. അവിടെ നിന്ന് പുരുഷാരത്തോട് പറയുക, ഇസ്രായേലിൽ പോലും ഞാൻ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. പറഞ്ഞേ, ഈ ശതാധിപന്റെ വിശ്വാസത്തിൽ ആശ്ചര്യപ്പെട്ട അതേ വിശ്വാസം ദൈവത്തിന്റെ ശക്തിയെ റിലീസ് ചെയ്യും. Faith releases the power of God. ദൈവശക്തിയെ, ദൈവപ്രവൃത്തികളെ, നിന്റെ വിശ്വാസം, നിനക്ക് യേശുവിലുള്ള വിശ്വാസം, നീ യേശുവിനെ കുറിച്ച് കേട്ടിരിക്കുന്ന, നിന്റെ ഉള്ളിൽ യേശുവിനെ കുറിച്ചുള്ള ആ വെളിപ്പാട്, അതിൽ നീ വിശ്വസിച്ചാൽ നീ ഭാരപ്പെടുന്ന ആ വിഷയത്തിന്മേൽ ഇന്ന്, നാളെയല്ല, ഇന്ന് ഒരു വിടുതൽ, ഇന്ന് ഒരു സൗഖ്യം, ഇന്ന് somebody say a miracle now. A miracle now. There is a miracle anointing. പൈശാചിക ബാധകളെയും ഹല്ലേലൂയ വിഷയങ്ങളെയും കട്ട് ചെയ്ത് ഒരു അത്ഭുതത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന ഒരു miracle. A miracle Holy Ghost anointing. Amen. Hallelujah. കപർനഹൂം പട്ടണം വിട്ട് സ്തോത്രം. ഹല്ലേലൂയ. യേശു നായൻ എന്ന് പറഞ്ഞ ഒരു പട്ടണത്തിലേക്ക് പോവുകയാണ്. ഇന്ന് രാത്രി കാലം നമ്മോടുള്ള ഒരു ദൂതാണത്. ഈ പട്ടണത്തോടും നമ്മോടുള്ള ഒരു ദൈവത്തിന്റെ നായൻ പട്ടണത്തിലേക്ക് കടക്കുകയാണ്. 11-ാമത്തെ വാക്യം, അവിടെ കാണുന്ന ഒരു വലിയ ട്രാജഡി നമുക്ക് വായിക്കാം. അവൻ പട്ടണത്തിന്റെ വാതിലിനോട് അടുത്തപ്പോൾ, പട്ടണത്തിന്റെ നായൻ പട്ടണത്തിന്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവന്നു. മരിച്ചുപോയ ഒരുത്തനെ ചുമന്നുകൊണ്ട് വരികയാണ്. യെസ്, അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ. അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരം ഈ ശവമഞ്ചം ചുമന്നുകൊണ്ട്, ഹല്ലേലൂയ, ഈ വിധവയുടെ ഏക മകനായ യൗവനക്കാരനായ ഈ മകൻ എന്തോ കാരണവശാൽ മരിച്ചു. നിരാശയുടെയും വേദനയുടെയും ട്രാജഡിയാണ്. ഇവളൊരു വിധവയാണ്. ഒരു സമയമായപ്പോൾ അവിടെ ഭർത്താവ് മരിച്ചുപോയി, ഈ മകന്റെ അപ്പൻ മരിച്ചുപോയി, അവിടെ ഒരു വിധവയായി. ഈ ഏകജാതനായ ഈ മകൻ മാത്രമേ ഉള്ള ആശ്രയമായി ഈ അമ്മയ്ക്ക്. ഇതാ ആ സപ്പോർട്ടും ആ സഹായവും ആ ആശ്രയമൊക്കെ പോയി. വിതുമ്പുന്ന, കരയുന്ന, നീ എന്ത് സംഭവിക്കും എന്റെ ഭാവി, വിഷമിച്ച് നിരാശപ്പെടുന്ന ഒരു സ്ത്രീയെ നായൻ പട്ടണത്തിന്റെ വാതിക്കൽ കാണുകയാണ്. യെസ്, നമുക്ക് യേശുവിനെ ശ്രദ്ധിക്കാം. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളെ കണ്ടിട്ട് ഈ വചനം നമ്മുടെ മധ്യത്തിലേക്ക് വരുമ്പോൾ നാം യേശുവിനെ തിരിച്ചറിയുകയാണ്. നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ വാഴ്ത്തുന്ന യേശു ആരാണ്? യേശുവിന്റെ സ്വഭാവം എന്താണ്? യേശു എന്ത് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഭൂമിയിൽ പ്രത്യക്ഷമായത്? എന്ത് മാതൃകയാണ് യേശു നമുക്ക് വേണ്ടി കാണിച്ചു തന്നത്? കർത്താവ് ഈ വിധവയെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞു. യെസ്, അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്നു മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു. യേശു അടുത്ത് ചെന്നു, ആ ശവമഞ്ചം തൊട്ടു, അടുത്ത് ചെന്നു. ബാല്യക്കാര എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ബാല്യക്കാര നീ എഴുന്നേൽക്ക. നായൻ എന്ന് പറഞ്ഞ പട്ടണത്തിന്റെ പേര് എബ്രായ ഭാഷയിൽ ബ്യൂട്ടി, മനോഹരം, നന്മ, നല്ലത്, പ്ലസന്റ്, ബ്യൂട്ടിഫുൾ. ബ്യൂട്ടി, നായൻ വളരെ ബ്യൂട്ടിഫുൾ, മനോഹരമായിരിക്കുന്ന, നന്മ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഒരു സ്ഥലമാണ് നായൻ. അതുകൊണ്ട് ആ പട്ടണത്തിന്റെ പേര് തന്നെ നായൻ. മനോഹരമായ, സൗന്ദര്യമുള്ള, മനോഹരത്വമുള്ള ഒരു പട്ടണം. പക്ഷേ ഇതാ ആ പട്ടണത്തിൽ, ആ ദേശത്തിൽ ഏകാശ്രയമായ ഏകജാതനായ ഈ മകൻ മരിച്ചു. വിഷമിക്കുന്ന, വേദനിക്കുന്ന, ഭാരപ്പെടുന്ന ഒരു വിധവ. യേശുവാരാണ്? നിന്റെ നഷ്ടപ്പെട്ടു പോയ സൗന്ദര്യത്തെ, നഷ്ടപ്പെട്ടു പോയ മനോഹരത്വത്തെ, നിന്റെ നഷ്ടപ്പെട്ടു പോയ മാനത്തെ, നിന്റെ ആശ്രയത്തെ നിനക്ക് തിരിച്ചു തരുവാൻ കഴിയുന്ന നല്ലവനായ ഒരു കർത്താവാണ്. ആ
കരമുയർത്തി യേശു മനസ്സലിഞ്ഞു. യേശു ഇന്ന് പ്രിയപ്പെട്ടവരെ, എന്റെ വാക്കുകൾ കേൾക്കുന്ന നിങ്ങളുടെ വിഷയങ്ങളുടെ മധ്യത്തിൽ നിങ്ങൾ വേദനിക്കുന്നു, നിങ്ങൾ പ്രയാസപ്പെടുന്നു. ഒരുപക്ഷെ എങ്ങനെയാണ് യേശുവിനെ വിശ്വസിച്ച് 12 വർഷക്കാലം രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിനെ അങ്ങോട്ട് പോയിട്ട് ചെയ്ത ആ വിശ്വാസത്തിന്റെ തലമൊന്നും നിങ്ങളിൽ വളർന്നു കാണത്തില്ല. പക്ഷെ നിങ്ങൾ വേദനിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് നിങ്ങളെ അങ്ങോട്ട് വന്ന് തൊടുവാൻ, അങ്ങോട്ട് വന്ന് നിങ്ങളെ സൗഖ്യമാക്കുവാൻ, നിങ്ങളുടെ മനോഹരത്വം, നിങ്ങളുടെ ആ ബ്യൂട്ടി നിങ്ങൾക്ക് തിരിച്ചു തരുവാൻ എന്നെ യേശുവിന് കഴിയും. ഹല്ലേലൂയ. ഈ പ്രിയ വിധവയുടെ ജീവിതത്തിൽ അവൾ മരണമാണ്. അവൾ ചുമന്നത് മരണത്തിന്റെ പൈശാചിക മുഖമാണ്. ഹല്ലേലൂയ. നമ്മൾ സാധാരണ ഒരു വ്യക്തി മരിക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? അത് ദൈവത്തിന്റെ ഹിതമാണ്, ദൈവം എടുത്തു. പക്ഷെ യേശു എന്താ ചെയ്തത്? അടക്കുവാൻ കൊണ്ടുപോകുകയാ. ഒരു എൻകൗണ്ടർ നടക്കുക. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ ദൈവപുത്രൻ വന്നു, അതിനെ നശിപ്പിക്കുവാൻ. അത് മരണമാണെങ്കിലും മരണത്തിന്റെ പാശങ്ങളെ അഴിക്കുവാൻ, മരണത്തിന്റെ മുഖത്തെ അഴിക്കുവാൻ, മരണത്തിന്റെ ബന്ധനങ്ങളെ അഴിക്കുവാൻ കഴിയുന്ന പട്ടത്തിന്റെ ഈ സൈഡിലൂടെ മരണം വരികയാണ്, മരണത്തിന്റെ റിപ്പോർട്ട് വരികയാണ്, മരണത്തിന്റെ ചുമടും മുഖമാ വരുന്നത്. ഈ നായനിലെ ഈ വിധവയുടെ റിപ്പോർട്ട് എന്താണ്? മരണം എന്റെ മകനെ കീഴടക്കി. താൻ വേദനിക്കുകയാണ്, താൻ നിരാശപ്പെടുകയാണ്, പ്രതിവിധിയില്ല. പട്ടത്തിന്റെ ഒരു സൈഡിലൂടെ മരണം വരുമ്പോൾ മറ്റൊരു സൈഡിലൂടെ യേശു വരികയാണ്. ഞാൻ തന്നെ പുനരുത്ഥാനവും ഞാൻ തന്നെ ജീവനും. മരണത്തിന്റെ മേൽ അധികാരമുള്ള യേശു വരികയാണ്. മരണാധികാരിയായ പിശാചിന്റെ ആ മുഖത്തെ തകർത്ത് മരണത്തിൽ നിന്ന് ആ പ്രിയ മകനെ ഉയർപ്പിച്ച ഉയർപ്പിന്റെ ശക്തിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ മരണത്തിന്റെ മുഖത്തെ ചങ്ങലകളെ, ബന്ധനങ്ങളെ അഴിച്ചുവിട്ട യേശു, ഹല്ലേലൂയ. He is a death destroying. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ മരണമായിരിക്കാം, ഒരു രോഗമാണ്, അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കുന്ന വിഷയമാണ്, കടഭാരമായിരിക്കും. പക്ഷെ മരണകരമായ ഒരു വിഷയമുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ വ്യാപരിക്കുന്ന ഈ ശുശ്രൂഷകളിൽ, ഇവിടെ വെളിപ്പെട്ട് നിൽക്കുന്ന ഈ ദൈവസ്ഥാനത്തിലും അഭിഷേകത്തിലും മരിച്ചവരെ ഉയർപ്പിക്കുന്ന, മരണപ്പെട്ട അവസ്ഥകളെ, സാഹചര്യങ്ങളെ വീണ്ടും ഉയർപ്പിക്കുവാൻ കഴിയുന്ന, അസ്തമിച്ചു പോയെന്ന ഉള്ള സ്വപ്നത്തെ വീണ്ടും റിസറക്റ്റ് ചെയ്യുവാൻ കഴിയുന്ന ഒരു ദൈവിക അഭിഷേകം ചലിക്കുന്ന, ഇറ്റ്സ് എ ഡെത്ത് ഡിസ്ട്രോയിങ് അനോയിന്റിംഗ്. മരണത്തെ വെല്ലുവാൻ കഴിയുന്ന, മരണത്തിന്റെ മുമ്പിൽ പതറിപ്പോവാതെ ആ ശവമഞ്ചത്തെ തൊട്ട് ബാല്യക്കാരാ എഴുന്നേൽക്ക എന്ന് പറയുവാൻ അധികാരമുള്ളവൻ. 1 യോഹന്നാൻ 3:8 വാക്യത്തിൽ നാം വായിക്കുന്നത്, അഴിക്കുവാൻ, മരണത്തെ അഴിക്കുവാൻ എന്റെ യേശുവിന് കഴിയും. നിങ്ങളുടെ അവയവത്തിൽ നിങ്ങൾ മരണം അനുഭവിക്കുന്നു, സാമ്പത്തികത്തിൽ, നിങ്ങളുടെ ഉദരത്തിൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ വിഷയങ്ങളിൽ നിങ്ങൾ വഴിമുട്ടി മരണത്തിന്റെ അവസ്ഥകൾ, ഒരുപക്ഷെ മരണത്തിന്റെ റിപ്പോർട്ട് പിടിച്ചുകൊണ്ടായിരിക്കാം, മരണത്തിന്റെ വിധിയും തലവിധിയായി പോയല്ലോ എന്ന്. പക്ഷെ നിന്റെ കണ്ണുനീര് കാണുന്ന ഒരു യേശു ഉണ്ട്. നിന്റെ കണ്ണുനീര് കാണുന്ന യേശു നിന്നു. മനസ്സലിഞ്ഞു, മനസ്സലിഞ്ഞു, യേശു മനസ്സലിഞ്ഞു. മകളെ, നീ കരയണ്ട. ഹല്ലേലൂയ. മരണത്തെയും മരണാധികാരിയായ പിശാചിന്റെ മുഖത്തെ തകർക്കുവാൻ കഴിയുന്ന, ആ തലയെ തകർക്കുവാൻ കഴിയുന്ന ഒരു ദൈവിക അഭിഷേകം, an anointing to destroy the yoke of the enemy. നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഇന്ന് നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അങ്ങനെയുള്ള വിഷയങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് കടന്നു വരാം. യേശു ഒരു വാക്കുകൊണ്ട് ശതാധിപന്റെ ദാസനെ സൗഖ്യമാക്കിയതുപോലെ 18 വർഷം രോഗനുഖം കൊണ്ട് ഭാരപ്പെട്ട കൂനിയായ സ്ത്രീയുടെ ആ രോഗനുഖത്തെ തകർത്തതുപോലെ, ആ ശാപത്തിന്റെ കൈയെഴുത്തുകളെ മാറ്റിയതുപോലെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ആത്മദേഹം, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് മേഖലകളിലും മരണത്തിന്റെ അവസ്ഥകൾ അനുഭവിക്കുന്നുവെങ്കിൽ അതിനെ തകർക്കുന്ന, അതിനെ നശിപ്പിക്കുന്ന, ആ ബന്ധനത്തെ അഴിച്ചുവിടുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി. ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കുന്ന ഈ ഒരു ദൈവിക അഭിഷേകത്തെ, ദൈവപ്രവൃത്തിയെ നമുക്കൊന്ന് സ്വീകരിക്കാം. ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ പൈശാചിക നുഖത്തിന് കീഴിലൊക്കെ നമ്മൾ ആയിരിക്കുന്നു. There is an anointing. There is an anointing. നമ്മുടെ മധ്യത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന, വ്യാപരിക്കുന്ന ഒരു ദൈവിക അഭിഷേകമുണ്ട്. നമ്മുടെ മുഖങ്ങളെ തകർക്കുക മാത്രമല്ല, അച്ചുമൊഴികളെ അഴിച്ചു കളയുക എന്ന് മാത്രമല്ല, നമ്മളെ അഭിഷേകം ചെയ്യുവാൻ, ദൈവത്തിന്റെ പ്രവർത്തികൾക്ക് വേണ്ടി നമ്മളെ സജ്ജരാക്കുവാൻ, ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമായി നമ്മളെ പുറത്തെടുക്കുവാൻ ഇന്ന് ഈ ദൈവിക അഭിഷേകം നമ്മുടെ മേൽ വ്യാപരിക്കുകയാണ്. ഇന്ന് രാത്രികാലം പ്രത്യേകമായി നായൻ പട്ടണത്തിൽ നടന്നതുപോലെ മനോഹരമായിരിക്കുന്ന, സൗന്ദര്യമുള്ള, നന്മ അനുഭവിക്കുന്ന ഒരു പട്ടണത്തിൽ ഇതാ തീരാത്ത ദുഃഖവും വേദനയും പ്രയാസത്തിന്റെ അനുഭവത്തിൽ
ഇന്ന് രാത്രി കാലം നിങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ, നിങ്ങളുടെ വേദനകളെ ഒപ്പുവാൻ, നിങ്ങളെ അലട്ടുന്ന വിഷയങ്ങളുടെ ഒരു പരിഹാരമായി നിങ്ങളുടെ മാനത്തെയും സൗന്ദര്യത്തെയും നഷ്ടപ്പെട്ടു പോയ സകലത്തെയും മടക്കി തരുവാൻ ഇന്ന് രാത്രി കാലം നമ്മുടെ മധ്യത്തിൽ ഒരു ദൈവിക അഭിഷേകം ചലിക്കുന്നു. ആ ദൈവ സാന്നിധ്യം ആ നായൻ പട്ടണത്തിന്റെ ആ വിധവയുടെ ജീവിതത്തിന്റെ അവസ്ഥ, അവിടെ മേലുണ്ടായിരുന്ന മരണത്തിന്റെ റിപ്പോർട്ട് മാറ്റിയതുപോലെ, ആ മുഖം കട്ട് ചെയ്തതുപോലെ രാത്രി കാലം ആ ദൈവിക കരം Lord, thank you God for your presence. നൽകി പുത്രത്വത്തിനവകാശം അബ്ബാ പിതാവേ, അബ്ബാ പിതാവേ, നഷ്ടപ്പെട്ടു പോയ നിന്റെ മനോഹരത്വത്തെ, നിന്റെ സൗന്ദര്യത്തെ, നിന്റെ മാനത്തെ, നിന്റെ നന്മയെ മടക്കി തരുന്ന, നിനക്ക് തിരിച്ചു തരുന്ന, അതിനെ അപഹരിച്ച ആ പൈശാചിക നുഖത്തെ, ബന്ധനത്തെ ഇന്ന് രാത്രി കാലം യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിനെ കട്ട് ചെയ്യുന്നു. ആ തലത്തെ യേശുവിന്റെ നാമത്തിൽ കട്ട് ചെയ്യുന്നു. നിങ്ങളിൽ നിന്ന് അപഹരിച്ച്, മോഷ്ടിച്ച്, നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ പൈശാചിക ദുരാത്മ പ്രവർത്തികളെ യേശുവിന്റെ നാമത്തിൽ let there be a release of that anointing, the fire. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തി നമ്മൾ നടക്കുകയാ. അഭിഷേകത്തിന്റെ ആഴം വെളിപ്പെടുകയാ. അഭിഷേകം ചുവടുകളെ എടുത്തു കളയുന്നു, മുഖങ്ങളെ നശിപ്പിക്കുന്നു. The anointing, the presence. ആ ശാപം മുറിയുകയാ, ആ ബന്ധനം അഴിയുകയാ, ആ രോഗമുഖം വിട്ട് മാറുകയാ, ആ അടിമത്വം വിട്ട് മാറുകയാ. നിന്റെ മകന്റെ മകളുടെ ആ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ തീയിറങ്ങുകയാ. ഇന്ന് നീ കരഞ്ഞ ഈ മീറ്റിംഗിന് വന്നത്, നീ വേദനയുടെ റിപ്പോർട്ട് കൊണ്ടാ വന്നത്, തകർന്ന ഇവിടെ വന്നത്. പക്ഷെ ഇന്ന് രാത്രി കാലം ഇവിടെ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ മധ്യത്തിൽ ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാണെന്ന് പറഞ്ഞ യേശുവിന്റെ ജീവൻ വ്യാപരിക്കുന്നു. ആ പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. ആ മനുഷ്യരക്കുന്ന അവസ്ഥകളിലേക്ക് ദൈവത്തിന്റെ ആ അവയവങ്ങളിലേക്ക് ദൈവത്തിന്റെ ശക്തി ചലിക്കുന്നു. അഭിഷേകം ഒഴുകുന്നു, ജീവൻ ഒഴുകുന്നു. Into that dead situation we speak the life. ആ അഭിഷേകം നമ്മളിൽ നിന്ന് ജ്വലിക്കട്ടെ, നമ്മളിൽ നിന്ന് ചലിക്കട്ടെ, നമ്മളിൽ ജ്വലിക്കട്ടെ. ദൈവത്തിന്റെ പുത്രൻ ഭൂമിയിൽ വെളിപ്പെട്ടത്, ദൈവത്തിന്റെ പുത്രൻ ഭൂമിയിൽ വെളിപ്പെട്ടത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ, അതെ, പിശാചിന്റെ പ്രവൃത്തികളെ തകർക്കുന്ന, അഴിക്കുന്ന, നശിപ്പിക്കുന്ന ഒരു ദൈവിക അഭിഷേകം. അത് രോഗമായിക്കോട്ടെ, ശാപമായിക്കോട്ടെ, പരാജയമായിക്കോട്ടെ, പൈശാചിക ആസക്തികളായിക്കോട്ടെ, മന്ത്രവാദമായിക്കോട്ടെ, അത് മരണമായിക്കോട്ടെ, അത് ദാരിദ്ര്യത്തിന്റെ മുഖമായിക്കോട്ടെ, ആ കരങ്ങളെ അടിച്ച അല്പസമയം let that anointing, അഭിഷേകം ചലിക്കുകയാണ്, ആ ബന്ധനം അഴിയുകയാണ്, അത്ഭുതം സംഭവിക്കുകയാണ്. ഒരു തലമുറ എഴുന്നേൽക്കുകയാണ്, ഒരു സൈന്യം എഴുന്നേൽക്കുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തികളെ ചെയ്തെടുക്കുന്ന ദൈവത്തിന്റെ പുത്രന്മാരും ദൈവത്തിന്റെ പുത്രിമാരും അഭിഷേകത്തിന്റെ ആഴം വെളിപ്പെടുകയാണ്. പിശാചിന്റെ ഒരു പ്രവൃത്തികളും അവർക്ക് മുമ്പാകെ നിൽക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ ഒരു ദൈവിക അഭിഷേകം. An anointing. Get ready, get ready, get ready, get ready, get ready. People of God, get ready. മരണത്തെ തകർക്കുന്ന ഒരു അഭിഷേകം. A dead raising anointing. ഈ പട്ടണത്തിൽ മരിച്ചവർ ഉയർക്കുന്ന, ഹല്ലേലൂയ, മരിച്ച കേസുകൾ പുറത്തു വരുന്ന, ഉദരത്തിൽ മരിച്ചുപോയ റിപ്പോർട്ടുകളെ അതിനെ വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവരുവാൻ, മരിച്ച വിധി എഴുതിയെന്ന റിപ്പോർട്ടുകളെ മാറ്റുവാൻ കഴിയുന്ന ദൈവത്തിന്റെ പുത്രൻ ഭൂമിയിൽ പ്രത്യക്ഷമായത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ നമ്മളിലേക്ക് ദൈവം പ്രദാനം ചെയ്യുന്നത്. നായൻ പട്ടണത്തിൽ ഒരു അടയാളമായി, ആ പട്ടണത്തിൽ ഒരു അടയാളമായി മനോഹരമായിരിക്കുന്ന സൗന്ദര്യമെന്ന് പേര് വീണ, സൗന്ദര്യമുണ്ട്, മനോഹരമുണ്ട്, ബ്യൂട്ടി എന്ന പേര് വീണ, ഹല്ലേലൂയ, ആ പട്ടണത്തിൽ ട്രാജഡി നടക്കുകയാണ്. പക്ഷെ ട്രാജഡിയെ വീണ്ടും ബ്യൂട്ടിയാക്കി മാറ്റുവാൻ, കണ്ണുനീരിന്റെ താഴ്വരകളിൽ നിന്ന് വീണ്ടും നിന്നെ ഉയർത്തുവാൻ കഴിയുന്നു. ഓ മൈ ഗോഡ്, മൈ ഗോഡ്, മൈ ഗോഡ്. വലിയ മെഡലുകൾ ഞാൻ വീണ്ടും കാണുന്നു. ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തെടുക്കുന്ന ഒരു കൂട്ടം ജനത്തെ ഞാൻ കാണുന്നു.
I see a mighty anointing. പിശാചിന്റെ ഒരു പന്ന പ്രവർത്തികളും ഒരു ദുരാത്മ ശക്തിക്കും ഒരു മന്ത്രവാദത്തിനും ഒരു ശുദ്രം ചെയ്യുന്നവനും ഒരു ആവിചാരം ചെയ്യുന്നവനും നിനക്കെതിരെ നിൽക്കുവാൻ കഴിയാത്ത നിന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവീക സാന്നിധ്യം, ഒരു ദൈവീക മഹത്വം. നമ്മുടെ കൈ നമ്മുടെ തലയിലേക്ക് ഒന്ന് വെക്കാം. There is an anointing. ഞാൻ 3 1 and 2 and 3 and I'm going to release that anointing. ദൈവത്തിന്റെ ശക്തിയുടെ ഒരു കൈമാറ്റം സംഭവിക്കും. ഇവിടെ പറയപ്പെട്ട വാക്കിനെ അറ്റസ്റ്റ് ചെയ്യുന്ന, ദൈവം പറഞ്ഞത്, ദൈവം അരുളിയത്, ദൈവം നിയോഗിച്ചത്, ഞാൻ അതിനെ പറഞ്ഞു, അതിനെ ഒപ്പുവെക്കുന്ന ഈ വാക്കുകളുടെ പിന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി അത് വെളിപ്പെടും, അത് വ്യാപരിക്കും. And therefore, get ready, get ready, get ready. The anointing, the fire is going to come. അത് നിങ്ങളുടെ മുഖങ്ങളെ തകർക്കുമെന്ന് മാത്രമല്ല, ആ പൈശാചിക ബന്ധനങ്ങളെ അഴിക്കുമെന്ന് മാത്രമല്ല, ആ ആസക്തികളെ അഴിക്കുമെന്ന് മാത്രമല്ല, നഷ്ടപ്പെട്ടു പോയ നിന്റെ ബ്യൂട്ടിയെ, നിന്റെ മാനത്തെ, നിന്റെ നന്മയെ തിരിച്ചുകൊണ്ട് വരുമെന്ന് മാത്രമല്ല, ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും. God is going to raise you up. God is going to raise you up. God is going to raise you up. God is going to, ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. നീ എഴുന്നേറ്റ് പ്രകാശിക്കാൻ പോകുകയാണ്. എഴുന്നേറ്റ് പൈശാചിക ബന്ധനങ്ങളെ നുകങ്ങളെ അഴിക്കുന്ന ഒരു വ്യക്തി എന്ന് അറിയപ്പെടുമ്പോൾ. So receive it now. A 1 and a 2 and a 3. Receive. Let the power of God, let the anointing fall. Receive now in the name of Jesus. Thank you for your anointing. Thank you for the touch. Thank you for the fire. ദൈവത്തിന്റെ തീ വീഴുന്നു. ദൈവത്തിന്റെ തീ നിന്റെ മേൽ വീഴുന്നു. ആ നുകങ്ങളെ തകർത്ത് കളയുന്നു. ആ ബന്ധനങ്ങളെ അഴിച്ചു കളയുന്നു. That yoke is breaking in the name of Jesus. In the name of Jesus. In the name of Jesus. മഞ്ഞും മഴയും പെയ്തിറങ്ങുന്നത് പോലെ ദൈവത്തിന്റെ അഭിഷേകം നമ്മുടെ മേൽ പെയ്തിറങ്ങുകയാണ്. That dew, that anointing is settling upon you. Yes, your life will never be the same. Your life will never be the same. നിങ്ങളുടെ ജീവിതം പഴയതുപോലെ ആകുകയില്ല. ഇന്ന് രാത്രികാലം നിങ്ങളുടെ മേൽ ഒരു അഭിഷേകം വന്ന് വീണിരിക്കുന്നു. താങ്ക് യു ഗോഡ്. കർത്താവേ നന്ദി. ആ കരങ്ങളെ നമുക്കൊന്ന് ഉയർത്തി. എന്റെ മേൽ പകർന്ന അഭിഷേകത്തിനായി നന്ദി അപ്പ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുന്ന, നശിപ്പിക്കുന്ന, തകർത്ത് കളയുന്ന, destroying, a yoke destroying, a death breaking, മരണത്തെ തന്നെ അഴിച്ചു കളയുവാൻ കഴിയുന്ന, തകർത്ത് കളയുവാൻ കഴിയുന്ന, ഫ്യൂണറൽ സർവീസുകളെ റിസറക്ഷൻ സർവീസായി മാറ്റുവാൻ കഴിയുന്ന, once again I hear the sound. I hear the sound. Once again. ഇന്ന് കർത്താവേ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് തലകളെ ഉണക്കി കരകളെ ഉയർത്തി വിശ്വസിച്ച ഈ പ്രിയ മക്കൾക്കായി നന്ദി പറയുന്നു. പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അത്ഭുതത്തിന്റെ സാക്ഷ്യവുമായി, മിറക്കിൾ ടെസ്റ്റിമണികളായി പിതാവേ അങ്ങ് ഈ മക്കളുടെ ജീവിതത്തിൽ ചെയ്ത സാക്ഷ്യങ്ങളുടെ ഒരു വലിയ റിപ്പോർട്ടുകൾ ഞങ്ങൾ കേൾക്കട്ടെ. അപ്പോൾ തന്നെ ഇന്ന് വ്യാപരിച്ച ഈ ദൈവിക അഭിഷേകത്തിൽ സ്തോത്രം, ഹല്ലേലൂയ. ചില അഭിഷക്തന്മാർ, ചില കരുത്തന്മാർ, ചില യോദ്ധാക്കന്മാർ, പിശാചിന്റെ നുകത്തെ തകർക്കുവാൻ പൈശാചിക പ്രവൃത്തികളെ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുന്ന ചിലവർ, ദുരാത്മാക്കളെ പുറത്താക്കുന്ന ചിലവർ, ശാപക്കെട്ടുകളെ മുറിച്ചു വിടുന്ന ചിലർ, മരണത്തെ തന്നെ വെല്ലുവിളിക്കുവാൻ കഴിയുന്ന, മരണത്തിന്റെ ശവഭഞ്ജങ്ങളെ ദൈവത്തിന്റെ പുനരുത്ഥാനത്തിന്റെ ആഘോഷങ്ങളാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു കൂട്ടം ജനം എഴുന്നേൽക്കട്ടെ. ഞങ്ങളത് സ്വീകരിക്കുന്നു അപ്പ. അങ്ങ് ഞങ്ങളിലേക്ക് അത് റിലീസ് ചെയ്തതിനായി, ഞങ്ങളിലേക്ക് അത് പകർന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു, നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അക്കരം അടിച്ച് നമുക്ക് ദൈവത്തിൽ നന്ദി പറയാം.